ഫ്രണ്ട്സ് ടൂർ ഇടട്ട് പോവാ. ആല ഒരു ഫ്രണ്ട്സായി. അങ്ങനെയായിട്ട് രണ്ടുപേർ ലവ് ചെയ്ത് ഭൂമിയിൽ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ച് ലവ് ചെയ്ത് ആദ്യം അങ്ങനെ ചേച്ചി അല്ല ആലിയൻ്റെ അച്ഛനും പ്രണയിച്ചായിരുന്നു. അങ്ങനെയായിട്ട് അവൾ അച്ഛൻ അമ്മയിലായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ മാരേജ് കഴിച്ച് അവർക്ക് കുട്ടികൾ 3 കുട്ടികൾ ജനിച്ചു. ഒരു ഫസ്റ്റ് ഏഞ്ചൽസ് ആണ്, 2 കുട്ടികൾ ഏഞ്ചലാണ്, നോർമൽ കുട്ടികൾ. മൂന്നാമത്തെ കുട്ടിയാണ് നോർമൽ കുട്ടിയാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഭൂമിയിൽ പോയിട്ട് ജീവിക്കാൻ പോവാ അച്ഛാ. എന്താടാ നീ പറഞ്ഞേ? അച്ഛാ എൻ്റെ രാജപട്ടം എൻ്റെ മകന് കൊടുത്തോ. അങ്ങനെയായിട്ട് അവരുടെ കുട്ടിയെ വളർത്തിക്കോ എന്നെ അച്ഛനോട് ഏൽപ്പിച്ച്. അങ്ങനെ അമ്മ വൈഫ് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ഭൂമിക്ക്. അങ്ങനെ ഡേയ്സ് ആകുമ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ വന്ന് നോക്കിക്കൊണ്ട് പോയോണ്ടിരിക്കും. അങ്ങനെയായിട്ട് പിന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേച്ചിയും വന്ന് ഭൂമിയിൽ വന്ന് നോക്കിയിട്ട് പോവുമായിരുന്നു. ഭൂമിയിൽ അവർ നോക്കുമായിരുന്നു ആകാശത്തിൽ നിന്നിട്ട്. അങ്ങനെ ആലയം പറഞ്ഞു തുടങ്ങി, അച്ഛാ എനിക്ക് എൻ്റെ അനിയത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയായിട്ട് ഓക്കെ. അങ്ങനെയായിട്ട് പിന്നെ ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി. ജാക്സൺ പറഞ്ഞു, അമ്മേനെയൊക്കെ കാണണോ മുത്തശ്ശ? ശരിടാ നീ പോയിക്കോ. അങ്ങനെ രണ്ടുപേരും ഭൂമിക്ക് വന്നു. ഭൂമിയിൽ വന്ന് ഹീറോയിനെ കാണാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടനിക്കും. അങ്ങനെ ഭൂമിക്ക് വന്നു. രണ്ടുപേരും ഭൂമിക്ക് വന്ന് അച്ഛൻ അമ്മേനെ കണ്ട് ഭയങ്കര ഹാപ്പിയായി സംസാരിക്കാൻ തുടങ്ങി. എന്താടാ പറ്റി? സുഖം തന്നെ അമ്മ. ശരിടാ നീ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാ. ആ ശരി അമ്മ. ഇപ്പം അനിയത്തി എന്ത് ചെയ്യാ? അവൾ ഇപ്പോൾ വരൂ. അങ്ങനെ അനിയത്തി പാട്ടുപാടി. പ്രിയ പാട്ടുപാടി ജോലി ടൈപ്പ് കുറുമ്പുകാരിയാണ്. പ്രിയ ആര്യ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഫോട്ടോസ് അതിലായിരിക്കും. ഹീറോയ്ക്ക് മനസ്സിലായി ചേട്ടാ ചേച്ചി എന്നെ ഹീറോയി പോലെ ഹാക്ക് ചെയ്തു. എൻ്റെ ചെല്ലക്കുട്ടി എങ്ങനെയാ? ഓക്കെയാണോ? ഓക്കെയാണ് ചേട്ടാ ചേച്ചി. നിങ്ങൾ ഇത്ര ദിവസമായി നിങ്ങൾ വന്നിട്ടില്ല, എപ്പോഴും പോയതാ എന്നെ ഹീറോയി സാഡായി പറയാൻ തുടങ്ങി. ശരി ഓക്കെ. അങ്ങനെ ആലിയ പറയാൻ തുടങ്ങി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമ്മൾ പുറത്ത് പോയിട്ട് കറങ്ങി വരാമെന്ന്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അവർ 3 പേരെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ 4 പേര് ഒരു കുട്ടി ഓടിച്ച് വായിക്കുകയായിരുന്നു. 4-5 ഗുണ്ടന്മാർ മാതിരിയുള്ള ബോഡി ഗാർഡ് മാതിരി. അതിലൊരു കുട്ടി പേടിച്ച് ഓടിപ്പോയെന്നു. അപ്പോൾ ജാക്സൺ തട്ടി വീഴാൻ പോയി. ജാക്സൺ പിടിച്ചു. എന്ത് പറ്റി? പ്ലീസ് എന്നെ രക്ഷിക്കുക. അങ്ങനെ കുട്ടി കയറിയായിരുന്നു. ജാക്സൺ അവരെ അടിച്ച് വായിച്ചു. എന്ത് പറ്റിയോ? ആ കുട്ടിയോട് ചോദിച്ചു. കുട്ടി ഇപ്പം കുട്ടീൻ്റെ ഫ്ലാഷ് ബാക്ക് നോക്കാം. എൻ്റെ പേര് മേഘന. ഞാനും എൻ്റെ അച്ഛനും സ്വത്ത് പണമില്ല, അച്ഛനും അമ്മയുമില്ല, ആരുമില്ല. എൻ്റെ സ്വത്ത് പണത്തിന് വേണ്ടി എന്നെ കല്ലിന് ലഭിക്കാൻ നോക്കുന്നത്. എൻ്റെ പണം കിട്ടും, അതുമാത്രമല്ല ഏതൊരു വയസ്സുകാരൻ കണ്ടുവിന് എന്നെ കല്ലിന് ലഭിക്കുക. അതുമാത്രമല്ല നിറയെ പണം സ്വത്തെല്ലാം ഉണ്ട്. എൻ്റെ സ്വത്ത് പണം അതൊക്കെ വേണ്ടി എന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞതാണ്. അച്ഛനമ്മ എൻ്റെ സ്വത്ത് പണം മൊത്തം ഞാൻ അനാഥാലയത്തിലേക്ക് അച്ഛനമ്മ എഴുതി വെച്ചത്. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതാണ്. ബിസിനസ്മാൻ എന്നെ ചോദിച്ചു. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അങ്ങനെയായിട്ട് ആ കുട്ടിക്ക് ഇറങ്ങി പറയാൻ തുടങ്ങിയായിരുന്നു. ശരി മാ വിഷമിക്കേണ്ട, ഞാൻ എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനെയായിട്ട് ആ കുട്ടി സാഡായിട്ട് കരയാൻ തുടങ്ങി. വിഷമിക്കേണ്ട. ശരി ഓക്കെ. അങ്ങനെയായിട്ട് ആ കുട്ടീനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നു. ആക്കുന്നത് ശരി ഓക്കെ വിഷമിക്കണം, ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ആ കുട്ടീനെ. മേഘനക്ക് ഭയങ്കര സാഡായിരുന്നു. മേഘന വിഷമിക്കണ്ട. അങ്ങനെ ആയിട്ട് മേഘനെ അച്ഛനമ്മയ്ക്കും പിടിച്ചു. നല്ല കുട്ടിയാണ് അല്ലേ? ശരി ഓക്കെ. അങ്ങനെ മേഘന ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടനിക്ക് മേഘന ഒന്നുമല്ല കണ്ണായി. നല്ല ഭംഗി ക്യൂട്ടായിട്ട് ഗേളല്ല, ഇന്നസെൻ്റ് ആയിട്ടുണ്ടല്ലോ എൻ്റെ. അതിനായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും എൻ്റെ മക്കളാണ്. എൻ്റെ മക്കൾ പഠിക്കാൻ പോയിരുന്നു. അവർ 2 പേര് തിരിച്ച് വന്നതാണ്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ കുട്ടികളെ, അവിടെ അയച്ചതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോവാണ് അങ്ങനെ അവിടെ താമസിച്ചായിരുന്നു കുട്ടികൾ എന്ന് ഹീറോയിൻ്റെ അമ്മ പറയാൻ തുടങ്ങിയായിരുന്നു. അത് കുറച്ച് നാളിങ്ങനെ കുട്ടീനെ അയക്കി വന്നതായിരുന്നു എന്ന് ഹീറോയിൻ്റെ ഉമ്മി പറഞ്ഞായിരുന്നു. എന്ത് കുട്ടിയാണ്? അതെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഇവർക്ക് 2 പേർക്ക് ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അമ്മയും പറഞ്ഞു. അങ്ങനെയായിട്ട് ജാക്സൺ അങ്ങനെയായിട്ട് എല്ലാവരോട് പറഞ്ഞു എൻ്റെ മർമോളാണ്. അങ്ങനെ ജാക്സനക്ക് 2 പേർക്കും മേഘനക്ക് ജാക്സനക്ക് മാരേജായി.
ജാക്സണിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനായിട്ട് രണ്ടുപേർക്ക് നന്നായിട്ട് മാരേജ് നടന്നു. ജാക്സൺ പറയാൻ തുടങ്ങി, അമ്മാച്ച ഞാൻ ഭൂമിക്ക് ആകാശത്ത് പോകണു. ശരി ഓക്കെ, നീ ഇരിക്കണൂടാ, ഞാൻ ഭൂമിയിലിരിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. ശരി ഓക്കെ. അങ്ങനെ ജാക്സൺ ഭൂമി ആകാശത്ത് പോയി. അവർ ഒരു മെഡിന് ഒരു ജൊളിക്കിനും മിന്നാമൽ ഒരു ജൊളിക്കിനും ഒരു ഗോൾഡ് വരെ മിന്നുന്ന അത് മേഘന കൊടുത്ത് മേഘന ഒരു ഫാരിയായി മാറി. ഹീലിംഗ് പവർ നിറയെ പവറുണ്ട് മേഘനക്ക്. മേഘന ഫാരിയായി മാറി എനിക്ക് കളറായിട്ട് ഒരു പച്ച കളറായിട്ട് ഗോൾഡായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പ്രിൻസസ് ആയി മാറി, രാജകുമാരിയായി മാറി. അങ്ങനെ രാജകുമാരി രാജാവായി മാറി. അങ്ങനെ ഇങ്ങനെ കുറേയൊക്കെ ഹീറോയിൻ്റെ ചേച്ചിയും പോയിരുന്നു. അങ്ങനെയായിട്ട് ജിന്നിടിച്ചു. ജിന്നിനെ കുറച്ച് ആൾ പഠിച്ചു. ജിന്നു ഹീറോയിനെ നോക്കി, വാ ഭംഗിയിട്ടുണ്ടല്ലോ. കഥയിലെ മെയിൻ ക്യാരക്ടർ ജിന്നാണ്, ഹീറോ ആണ്. ജിന്നിക്ക് ആലിയനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എവിടേക്ക് പോയ ആലിയനെ കാണാം ജിന്നിക്ക് ഒന്നും മനസ്സിലായില്ല. ജിന്നിക്ക് മനസ്സിൽ ബട്ടർഫ്ലൈ പറക്കുന്ന മാതിരി ഫീലാവാം ജിന്ന്. അപ്പോൾ അങ്ങനെ ആലിയ ഇതാരാ കുട്ടി, ആലിയ പ്രിയനെ കണ്ടു. ജിന്നു വന്നു. ആസ്കിമി എന്താ കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? അത് അന്നിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആലിയൊക്കെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കുറച്ച് സൈഡ് വന്ന് മാസ്കോറി ഹീറോയ്ക്ക് ഷോക്കായി. പ്രിയക്ക് ഷോക്കായി. പ്രിയ പറയാൻ തുടങ്ങി, എന്താ ജിന്നൊപ്പ നിങ്ങളാ? അതെ മാ, നിൻ്റെ കൂടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു, കളറുണ്ടായിരുന്നു. ഫോട്ടോ കാട്ടി ഈ കുട്ടി. ഓ ഇതെൻ്റെ ചേച്ചിയാണ്. ഷോക്കായി എൻ്റെ ചേച്ചിയാണോ? അതെ ഇതെൻ്റെ ചേച്ചിയാണ്. ശരി, എനിക്കെൻ്റെ ചേച്ചി ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെയായിട്ട് ജിൻ ഡാൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പുമ്മയുടെ മുണ്ടി വരാം. അങ്ങനെ ജിന്നും എൻ്റെ അച്ഛനമ്മ ജങ്കുക്കും അമ്മയും വന്നു. ജങ്കുക്കും അമ്മയ്ക്കും ജിന്നിൻ്റെ വൈഫിനെ ഇഷ്ടപ്പെട്ടു. നല്ല കുട്ടി ഒരാളാ. അതെ അങ്ങനെ ജങ്കുക്കും അമ്മ പറഞ്ഞു, ഇവനൊക്കെ ഒരു പെണ്ണ് നോക്കിയാൽ നല്ലോണ്ടായിരുന്നു എന്ന്. അങ്ങനെ എല്ലാ ഫാമിലി വന്നായിരുന്നു. ബാക്കി ഒരു 47 മമ്മി മാത്രം വന്നതാണ്, മമ്മീസ് ആണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു, ഹീറോയിൻ്റെ വീട്ടിൽ. ഇങ്ങനെ പറഞ്ഞു, അവർ സമ്മതിപ്പിച്ചു. ഹീറോ എങ്ങനെ സമ്മതിച്ചായിരുന്നു, സെക്കൻഡ് ഹീറോ പ്രിയ സമ്മതിപ്പിച്ച്. ശരി ഓക്കെ പറഞ്ഞു. ജിന്നിക്ക് ഇതെല്ലാം അറിയുമെന്ന് അവരോട് പറഞ്ഞു. ജിന്നിനോട് മൊത്തം ഡീറ്റെയിൽസ് പറഞ്ഞത് നോർമൽ അല്ലാത്ത ഓക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിനെ മാരേജ് കഴിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയി പ്രിയ ഗുഡുഗുഡു ഓടി വരായിരുന്നു. പ്രിയനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ജങ്കുക്കും അമ്മയ്ക്കും. ബാക്കി എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്. ജങ്കുക്ക് മാത്രം സിംഗിളാണ്. ജങ്കുക്കിനും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനമ്മയോട് കേട്ടു, ഇവളൊക്കെ എൻഗേജ്മെൻറ്റ് ചെയ്തായിരുന്നു എന്ന്. അത് കേട്ട് ഹീറോയിൻ്റെ അച്ഛനമ്മക്ക് സന്തോഷമായി, ഒരു കുട്ടിക്ക് മാരേജ് കഴിപ്പിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റും ആയി. ഇത് കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി, എന്തിനാ എനിക്ക് എൻഗേജ്മെൻറ്റ്, രണ്ടുപേർക്ക് ഒക്കത്തെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതോടെ ഹീറോയ്ക്ക് ടെൻഷനായി. ഇല്ല ഞാനും മാരേജ് വെക്കില്ലാന്ന് വാശി പിടിക്കാതാണ്. ശരി ഓക്കെ സാരില്ലാന്ന് ഹീറോയ്ക്കും രണ്ടുപേർക്കും ജങ്കുക്കും മാരേജ്. ജങ്കുക്ക് ഹീറോയിനെ കണ്ടതിന് ഇഷ്ടപ്പെട്ടായിരുന്നു. ജങ്കുക്ക് സൈറ്റ് അടിക്കുന്നത് ജങ്കുക്കിന് മമ്മി നോക്കിയായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേർക്ക് ഒക്കത്തായിട്ട് മാരേജ്. കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടുപേർക്ക് മാരേജായി. അങ്ങനെ ഓരോ നാൾക്ക് ഓരോന്ന് അവർ ഹാപ്പിയായി താമസിക്കാൻ തുടങ്ങി. ജങ്കുക്ക് പറയാൻ തുടങ്ങി, എല്ലാവർക്കും ഇത് മാജിക് പാലസ്, പാലസ് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടും. എല്ലാവർക്കും മാജിക് പവർ കിട്ടും. ഫാമിലി മാജിക് പവർ. ജിമ്മിൻ പവറുണ്ടും. അത് മാത്രമല്ല ജിന്നുക്കും എല്ലാ 47 മാജിക് പവറുണ്ട്. ജിന്നുക്ക് ഇതിൽ മാജിക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ജിന്നുക്ക് ഡോക്ടർമാർ ഹീലിംഗ് അവർ പാട്ടും ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിങ് ഡ്രാമ എങ്ങനെ അഭിനയിക്കും. ഇപ്പോൾ ഒരു മാജിക് പ്ലേയേഴ്സ് അവിടെ ഒരു പാരാകിട്ട് വീട് കെട്ടി അവർ താമസിക്കുകയാണ്. ആർക്കും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ അവരെവിടേക്ക് വന്നു. അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടികൾ ജിന്നുക്ക് 4 കുട്ടി. ഇപ്പോൾ ഹീറോയി പെണ്ണിട്ടാണ്. ജങ്കുക്ക് 3 കുട്ടികളാണ്. ജിന്നുക്ക് ഒരു ഗേൾ ബേബി, ഫസ്റ്റ് ബോയ് ബേബി, നെക്സ്റ്റ് ഗേൾ ബേബി, നെക്സ്റ്റ് ബോയ് ബേബി, നെക്സ്റ്റ് ഗേൾ ബേബി. അത് മതി. ഇപ്പോൾ പെണ്ണിട്ടാണ് ആലിയ. ജങ്കുക്കും ഫസ്റ്റ് ഗേൾ ബേബി, നെക്സ്റ്റ് ബോയ് ബേബി, പിന്നെ ഗേൾ ബേബി, നെക്സ്റ്റ് ഇപ്പോൾ പെണ്ണിട്ടാണ്. അങ്ങനെയായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ഹീറോയി പറയുന്നു, ചേച്ചി ഭയങ്കര വേദനിക്കുന്നു, കഷ്ടമാണല്ലോ. അതേ മോളെ വിഷമിക്കാണ്ട് ആര്യ പറയാൻ തുടങ്ങി, ഇത് കഴിച്ചോ.
നമ്മൾക്ക് ഉള്ള ഒരുപാട് പ്രശ്നം പോവും. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ വന്നു. ആ എന്താ അവിടെ ചെയ്യുന്നത്? ചേട്ടാ ഇത് ആ എനിക്ക് എനിക്ക് എത്ര കുട്ടികളാണ് ഉള്ളത്? അല്ലാണ്ട് ചേട്ടനിക്കും 5 കുട്ടികളാണ് ഉള്ളത്. അതുകൊണ്ട് ഹീഷാക്കായി ചേട്ടൻ ഇപ്പം എൻ്റെ അന്യെ അഡ്മിറ്റാണോ? ഹോസ്പിറ്റൽ അങ്ങനെ ഒരു മെഡിസിൻ ഒരു ഹോസ്പിറ്റൽ മാതിരി കിട്ടിയായിരുന്നു. അവിടെ എല്ലാവരും ഇങ്ങനെ ഒരു ഡോക്ടർമാർ ഉണ്ട്. ജിൻ പറയാൻ തുടങ്ങി. ജിൻ്റെ വൈഫാണ് നോക്കുന്നത്. അല്ല ജിൻ്റെ വൈഫ് പറയാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് ജിൻ്റെ വൈഫും പിന്നെ ജാക്സൺ വൈഫ് ഇങ്ങനെ ബേബി അവർക്ക് 3 പേർക്ക് പ്രസവം വന്നു. അങ്ങനെ 3 പേർക്ക് കുട്ടി ജനിച്ചു. ഹീറോയ്ക്ക് ആലിയക്ക് കുട്ടി ജനിച്ചു. പറഞ്ഞ ഒരു ഫസ്റ്റ് ബോയ് ബേബി ജനിച്ചു. നെക്സ്റ്റ് ഗേൾ ബേബി ജനിച്ചു. പ്രിയക്ക് പ്രസവിച്ച് പ്രിയക്ക് ജനിച്ചു കുട്ടി. അങ്ങനെ പ്രിയക്ക് കുട്ടി ജനിച്ചു. 3 കുട്ടി ജനിച്ചു. പ്രിയക്ക് ഷോക്ക്. ഫസ്റ്റ് പറഞ്ഞ പവറുള്ള കുട്ടികളാണ് ഗേൾ ബേബി, ബോയ് ബേബി. നെക്സ്റ്റ് ഉള്ള നോർമൽ കുട്ടിയാണ്. ഇതെൻ്റെ ഹീറോയ്ക്ക് ഷോക്ക്. 2 ഗേൾ ബേബി ഒരു ബോയ് ബേബിയാ. ജങ്കുക്ക് ഷോക്കായി നോക്കാൻ തുടങ്ങി. ജങ്കുക്ക് ബോയ് ബേബിക്ക് പവറുണ്ട്. ജങ്കുക്ക് ഷോക്കായി പോയി. ജങ്കുക്ക് മാതിരിയാണ്. പിന്നെ ജാക്സണിക്ക് എല്ലാ കുട്ടികളും ജനിച്ചായിരുന്നു. ജാക്സണിക്ക് കുട്ടികൾക്ക് ഫസ്റ്റ് ബേബി അതേമാതിരി ഫസ്റ്റ് ബേബിക്ക് ബോയ് ബേബിയാണ്. ബോയ് ബേബിക്ക് പവറുണ്ട്. പിന്നെ ഗേൾ ബേബി 2 ഗേൾസ് ബേബി മാത്രം. ഒരു ഗേൾ ബേബി പവറുണ്ട്, ഒരു ഗേൾക്ക് ബേബി പവറും ഇല്ല. അങ്ങനെ ജാക്സണിക്ക് കൺഫ്യൂസായി. എന്താണ് ഇതിവിടെ നടക്കുന്നത്? അങ്ങനെയായിട്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. കുട്ടികൾ കുരുത്തക്കേട് ഭയങ്കര കാട്ടിയായിരുന്നു. അങ്ങനെ ജോളിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. കുട്ടികൾ ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി. ബാക്കി ജാക്സൻ്റെ കുട്ടികളും ഒരു സിംഗിങ് ഗ്രൂപ്പായി ഹീറോയിൻ ചേച്ചി സിംഗിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നു. അങ്ങനെ കുട്ടികളിൽ ആക്ടിങ്, ഡ്രാമ, മൂവി ഭയങ്കര നന്നായിട്ട് ആക്ട് ചെയ്യും. കാർട്ടൂൺസ്ക്കല്ല ഡബിങ് വോയിസെല്ലാം കൊടുക്കും. കുട്ടികളിപ്പോൾ വളർന്ന് വലുതായി. ഇപ്പോൾ എല്ലാ കുട്ടികളെല്ലാവരും വളർന്ന് വലുതായി. മമ്മി എന്ത് പറ്റി? മമ്മി ഇവിടെ നോക്ക്, ഇവൻ എന്താ ചെയ്യുന്ന നോക്ക്. എന്താടാ പറ്റി? മമ്മി സ്കൂളിൽ എനിക്ക് വന്ന് ഒരു കുട്ടി വന്ന് പ്രപ്പോസ് ചെയ്തു. ഞാൻ ഓൾഡ് വാസ് ഹാൻസം അല്ലേ? ഇതൊരു ഫസ്റ്റ് ബേബി ഹീറോയിൻ്റെ ഫസ്റ്റ് ബേബി പറഞ്ഞു. എന്താടാ നീ കാണുന്നത്? ഈ ചെറിയ പ്രായത്തില്ല. അതെ മമ്മി. അത് മാത്രമല്ല മമ്മി, ഞാൻ വേൾഡ് പ്രിട്ടിയല്ലേ, എനിക്ക് ലവ് ലെറ്റർ വന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ടെൻഷനാകാൻ തുടങ്ങി. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ വയസ്സാ? 16 വയസ്സ്. ശരി 16 വയസ്സിൽ എന്താ? കാത് പിടിച്ച് ഹീറോയിൻ തിരുമ്പാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോയിൻ ആലിയ പറയാൻ തുടങ്ങി. എന്തിനടി ഇങ്ങനെ തിരുമ്പുന്നേ? അയ്യോ എന്താ ചെയ്യാ ചേച്ചി, ഈ കുർത്തക്കേട് വെച്ചിട്ടാ. അമ്മ എനിക്കും ലവ് ലെറ്റർ വന്നു. ഇത് കേട്ട് ആലിയക്ക് ഷാക്കായി പോയി. ലവ് ലെറ്റർ ഹാപ്പി എൻഡിങ്.